നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. കൊല്ലം പോലീസ് ക്ലബ്ബിൽ ഉടൻ ചോദ്യം ചെയ്യും. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ SIT തയ്യാറാവുന്നില്ലെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും യുവാക്കളുടെ ക്ഷേമത്തേക്കാൾ വലുതായി ഒന്നുമില്ല എന്നും പ്രധാനമന്ത്രി. യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയെന്ന് രാഹുൽ ഗാന്ധി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ച് CJP. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിത ആക്രമണം നടന്നതായും സമരത്തിന്റെ സ്വഭാവം മാറിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻ അന്വേഷണ സംഘത്തിന് എതിരെ തലശ്ശേരി സെഷൻസ് കോടതി. അറസ്റ്റിലെ വീഴ്ചയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന നിർദ്ദേശത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP സുധീർ കലൻ കോടതിയിൽ ഹാജരായി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വൻ അഴിമതി കണ്ടെത്തിയതായി വിജിലൻസ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പണം വാങ്ങിയതിലൂടെ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ എത്തിയത് ലക്ഷക്കണക്കിന് രൂപ. 30 ഉദ്യോഗസ്ഥർ 40 ലക്ഷം വാങ്ങിയതായും ചിലരുടെ അക്കൗണ്ടുകളിൽ 21 ലക്ഷത്തിലേറെ രൂപ കണ്ടെത്തിയെന്നും വിവരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ നിർണായക നീക്കവുമായി അമേരിക്ക. സൗദി അറേബ്യയുമായി സമാധാന ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ കരാറിലും ഒപ്പുവെച്ചു. സൗദിയിൽ സിവിലിയൻ ആണവോർജ്ജ പദ്ധതി വികസിപ്പിച്ച് US കമ്പനികൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുക ലക്ഷ്യം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് ഗ്ലാസ്ഗോയിൽ തുടക്കം. ഉദ്ഘാടന ചടങ്ങ് രാത്രി 10:30. മത്സരങ്ങൾ നാളെ മുതൽ. ഇന്ത്യ സിംബാബ്വെ ആദ്യ T20 ഇന്ന്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലാണ് നടപടി. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ചു. ഉടൻ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. സുധീഷ്, കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ച പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? തീർച്ചയായും രാവിലെ പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊല്ലം പോലീസ് ക്ലബ്ബിൽ ഹാജരാക്കി. കൊല്ലം പോലീസ് ക്ലബ്ബിൽ ഇപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒപ്പം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്യുന്നതിനായി ഈ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. അജികുമാറിന്റെ ചോദ്യം ചെയ്യലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ റെജിലാൽ, അതായത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന റെജിലാലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 അറസ്റ്റുകളാണ് ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഏതായാലും PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. PS പ്രശാന്തിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ചോദ്യക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും PS പ്രശാന്തിൽ നിന്നും ലഭിക്കേണ്ട കുറെ നിർണായക വിവരങ്ങളുണ്ട് SIT സംഘത്തിന്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിലൊക്കെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നത് 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ കേസെടുക്കുന്നതിൽ എന്തുകൊണ്ട് ഒരു കാലതാമസം എന്ന തരത്തിലുള്ള ഒരു ചോദ്യം SITയോട് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണം കൂടി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലെന്ന് വേണം കരുതാൻ PS പ്രശാന്തിനെ, അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിനും അന്നത്തെ ഭരണസമിതിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്വർണ്ണപ്പാളി പൂശുന്നതുമായി അല്ലെങ്കിൽ സ്വർണ്ണ പൂശുന്നതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ശില്പങ്ങൾ മറ്റും ഇളക്കി ദ്വാരപാലക കട്ടിളപ്പാളികളും മറ്റുമൊക്കെ ഇളക്കി നൽകുന്നതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഈ PS പ്രശാന്തിനും പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. ഈ ഒരു കാര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിലേക്ക് അറസ്റ്റ് എത്തിയത്. എന്തുകൊണ്ട് PS പ്രശാന്തിലേക്ക് അറസ്റ്റ് എത്തുന്നില്ല എന്നത് നിരവധി തവണ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്ന ഒരു ചോദ്യം കൂടിയാണ്. ഏതായാലും PS പ്രശാന്തിന്റെ അറസ്റ്റോടുകൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഏകദേശം വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ മുൻതവണ
CIT സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാം തന്നെ ഈ കേസിൽ സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്ത് ഇറങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് വരുന്ന ഹൈക്കോടതിയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക റിപ്പോർട്ട് കൂടി സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ പ്രശാന്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത്. ഏതായാലും അജുകുമാറിന്റെ ചോദ്യം ചെയ്യലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊല്ലം പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നത്. ഇതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊല്ലത്ത് തന്നെയുള്ള വിജിലൻസ് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ അറസ്റ്റ് എന്നല്ലാതെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ SIT തയ്യാറാവുന്നില്ല എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. PS പ്രശാന്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പകപോക്കലും ഉണ്ടായിട്ടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിന്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. അല്ല, പങ്കില്ലാതിനെ അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ഈ ഒരു കാര്യത്തിലാണ് ഔട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാസം കൊണ്ടും ചാർജ് ഷീറ്റ് കൊടുക്കാൻ താമസിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാർ PS പ്രശാന്തിന്റെ വീഴ്ചയെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന് മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ. അന്വേഷണ സംഘം അങ്ങനെ കണ്ടെത്തിയോ എന്ന് അറിയില്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന PS പ്രശാന്തിന്റെ നിലപാട് അയാളുടെ ബോധ്യമാണെന്നും വാസവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലേ ഞാനിപ്പോഴല്ലേ പറഞ്ഞു. നമ്മൾ അന്നൊന്നും കള്ളതായിട്ട് നമ്മുടെ അറിവില്ല. ഇനി എന്തെങ്കിലും ഇവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലേ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കസ്റ്റഡി രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായമില്ല എന്ന് EP ജയരാജൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. LDF സർക്കാരിന് മറച്ചുവെക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. സത്യസന്ധമായി ഏത് നടപടിയും സ്വീകരിക്കാമെന്നും EP ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. തരത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനൊന്നും മറച്ചു വെക്കാനുണ്ടായിരിക്കില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് വ്യക്തമാക്കില്ല. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികളും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതേസമയം പാറ്റകൾ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിത ആക്രമണം നടന്നതായും സമരത്തിന്റെ സ്വഭാവം മാറിയെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ജിഷ്ണു കൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. വളരെ കൃത്യമായി യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം രാജ്യത്തിന് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ആരംഭിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിൽ നിലവിൽ ഈ സമരത്തിന്റെ സ്വഭാവം സംബന്ധിച്ചും അതിലുണ്ടായിട്ടുള്ള ചില ആസൂത്രിത നീക്കത്തെ സംബന്ധിച്ചും വലിയ ആശങ്ക രാജ്യത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ സമരത്തിൽ അക്രമകാരികളുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിതമായ അക്രമം നടന്നു എന്നുള്ളതാണ് IB റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയും സമാനമായ സംഭവം നടന്നിട്ടുള്ളത്. ഇവിടെ ജന്തർ മന്ദിറിലെ സമരവേദിക്ക് നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള പ്രതിഷേധക്കാർ സൻസദ് മാർഗിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം ആക്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ആ ഉദ്യോഗസ്ഥന് പരിക്കേറ്റതോടുകൂടിയാണ് ആ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും ടിയർ ഗ്യാസും ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് ആ സമരക്കാരെ അവിടുന്ന് നീക്കിയിട്ടുള്ളൂ. അത്തരത്തിൽ ചില ആസൂത്രിത അക്രമത്തിനുള്ള നീക്കങ്ങൾ ഈ സമരത്തിലുണ്ടാകുന്നു. നേരത്തെ നമുക്കറിയാം ഡൽഹിയിൽ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആരംഭിച്ച സമരം പിന്നീട് ഡൽഹിയിൽ 60-ലധികം ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള വലിയ കലാപമായി മാറിയിരുന്നു. അത്തരം അനിഷ്ട സംഭവം ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികളിലേക്ക് സുരക്ഷാ സേന കടക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തുന്നു. SFI അവകാശ പത്രിക ലോക്ഭവൻ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പിണറായി സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക്.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം നിർദ്ദേശിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് ഇല്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. 11 മണിക്ക് ലോക്സഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭയും രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചു. വീണ്ടും സഭ സമ്മേളിച്ചപ്പോൾ ബഹളം തുടർന്നതോടെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വൻ അഴിമതി കണ്ടെത്തിയതായി വിജിലൻസ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പണം വാങ്ങിയതിലൂടെ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ എത്തിയത് ലക്ഷക്കണക്കിന് രൂപയാണ്. 30 ഉദ്യോഗസ്ഥർ 40 ലക്ഷം വാങ്ങിയതിന് തെളിവുകൾ ലഭിച്ചതായും ചിലരുടെ അക്കൗണ്ടുകളിൽ 21 ലക്ഷത്തിലേറെ രൂപ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ നിർണായക നീക്കവുമായി അമേരിക്ക. സൗദി അറേബ്യയുമായി സമാധാനപരമായ ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ കരാറിലും ഒപ്പുവെച്ചു. സൗദി അറേബ്യയിൽ ഒരു സിവിലിയൻ ആണവോർജ്ജ പദ്ധതി വികസിപ്പിക്കുക, അതിലൂടെ US കമ്പനികൾക്ക് സൗദി ആണവ വിപണിയിൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ സൗദി മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഈ കരാർ അനുമതി നൽകിയേക്കുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം വഴി ആണവ നിലയങ്ങൾക്കുള്ള ഇന്ധനവും അതോടൊപ്പം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുന്നത്. 2009 UAEയുമായി അമേരിക്ക ഒപ്പുവെച്ച കരാറിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് കർശന വിലക്കുണ്ടായിരുന്നു. എന്നാൽ സൗദിക്ക് ഇതിൽ ഇളവ് നൽകുന്നത് ആണവ വ്യാപനത്തിന് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ CPM അംഗവും വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ അനുഭാവിയുമായ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. ഇന്ന് പുലർച്ചെയാണ് ഷെഡ് കത്തി നശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. വ്യാഴാഴ്ച രാവിലെ ചെമ്മീനുകൾക്ക് തീറ്റ നൽകാൻ എത്തിയപ്പോഴാണ് ഷെഡ് പൂർണ്ണമായും കത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വലകൾ, തീറ്റശേഖരം, ക്രേറ്റുകൾ, പൈപ്പുകൾ, ഫർണിച്ചറുകൾ എന്നിവ കത്തിനശിച്ചു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഷെഡ് തകർത്തതെന്നാണ് സൂചന. ഫാമിലെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വെള്ളത്തിൽ മാരകമായ ദ്രാവകം കലർത്തിയതായും സംശയമുണ്ട്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചതിനും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിനും പുരുഷോത്തമനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുരുഷോത്തമന്റെ വീട് ആക്രമിക്കുകയും മുറ്റത്തിട്ടിരുന്ന കാർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത കേസിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഷെഡ് നശിപ്പിച്ച സംഭവത്തിൽ പുരുഷോത്തമൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ മുൻ അന്വേഷണ സംഘത്തിനെതിരെ കോടതി. നേരത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ DYSP സുധീർ കല്ലൻ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹം ഹാജരായി. വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വിശദീകരിക്കണമെന്ന് കോടതി. അറസ്റ്റിന്റെ കാരണം പ്രതിയെ വാക്കാൽ ബോധ്യപ്പെടുത്തിയെന്ന് DYSP. വിശദീകരണം പരിശോധിക്കട്ടെ എന്നാണ് കോടതി പറയുന്നത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കോടതി അറിയിച്ചു. അറസ്റ്റ് ചെയ്തതിലെ വീഴ്ച സംബന്ധിച്ച് പ്രോസിക്യൂഷൻ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി വേണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് CPM നേതാവ് PK ശ്രീമതി. താൻ ഏതോ ഒരു MLAയുടെ ഭാര്യ എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നുവെന്ന ആരോപണം മാനം കെടുത്താനാണെന്ന് ശ്രീമതി പറഞ്ഞു. ഇതിനെ നിയമപരമായി നേരിടുമെന്ന് PK ശ്രീമതി. PK ശശിക്കെതിരായ പീഡനാരോപണത്തിൽ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല എന്നും ശ്രീമതി പറഞ്ഞു. ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിന് കൊടുക്കേണ്ടതില്ല, DGP കൊടുക്കണം.
ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ജനനി അവാർഡ് 2026 സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഇന്ന് സമ്മാനിക്കും. മാനവിക സേവനങ്ങൾ, കരുണ, സാമൂഹിക പരിവർത്തനം എന്നീ മേഖലകളിൽ അമ്മ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് പുരസ്കാരം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 11ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ജനനി അവാർഡ് 2026 സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യാതിഥിയായിരിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. എവറി വോയ്സ് മാറ്റേഴ്സ് എന്ന പ്രമേയത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ രാജ്യവ്യാപക വനിതാ ശാക്തീകരണ പദ്ധതിയായ ജനനി 2026 ചടങ്ങിൽ തുടക്കമാവും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദർശനവും മൂല്യങ്ങളും ആസ്പദമാക്കി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന കലാംസ് ഏഞ്ചൽ എന്ന പ്രചോദനാത്മക ചിത്രത്തിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കുടുംബാംഗങ്ങൾ, ഫൗണ്ടേഷൻ ഭാരവാഹികൾ, വിവിധ മേഖലകളിലെ പ്രമുഖർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ടാതിഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ ഏറ്റെടുക്കാൻ ഓർഡിനൻസ് ഇറക്കിയ കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ ഭൂമിയിൽ സ്വകാര്യ ബിൽഡിംഗ് നിർമ്മാണത്തിനായി നീക്കം. കോംട്രസ്റ്റ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന 45 സെന്റ് സ്ഥലത്താണ് പുതിയ ബിൽഡിംഗ് വരുന്നതുമായി ബന്ധപ്പെട്ട പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് നിർമ്മാണത്തിന് ആര് അനുമതി നൽകിയെന്ന കാര്യത്തിൽ കോർപ്പറേഷൻ പോലും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. 17 വർഷമായി കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിക്ക് പൂട്ടുവീണിട്ട് ഈ ഫാക്ടറി ഏറ്റെടുക്കൽ നടപടി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇതിനിടെയാണ് ഈ ഒരു ഭൂമിയിൽ പുതിയൊരു നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇത് ആര് നൽകിയെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. 2009 മുമ്പ് കമ്പനിയിൽ നിന്നും ഭൂമി വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന സ്വകാര്യ വ്യക്തികളാണ് നിലവിൽ ഫാക്ടറിയുടെ തന്നെ 45 സെന്റ് സ്ഥലത്ത് പുതിയ ബിൽഡിംഗ് നിർമ്മാണത്തിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നത്. സ്ഥലത്ത് ബിൽഡിംഗ് വരുന്നുവെന്നും സ്ഥാപനങ്ങൾക്കും മറ്റും സ്പേസിനായി ബന്ധപ്പെടാമെന്നും ഇവിടെ സ്ഥാപിച്ച പരസ്യ ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ നിർമ്മാണ കരാറുകാരെ നിശ്ചയിക്കാനുള്ള ചർച്ച നടക്കുന്നുവെന്ന മറുപടിയാണ് ലഭിച്ചത്. അല്ല, അതിലിപ്പോ ഒരു ഷെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലാന് കോൺട്രാക്ടറായിട്ട് ഒരു ഫൈനൽ ഡിസ്കഷനിലാണ്. കോൺട്രാക്ടർ ഫൈനലൈസ് ചെയ്തില്ല. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾ കോൺട്രാക്ട് എടുക്കുന്നുണ്ട്, പിന്നെ നാട്ടിലുള്ള ഒരാൾ കോൺട്രാക്ട് എടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ആയിട്ടില്ല, കാരണം ഇതൊരു ചെറിയൊരു കൺസെപ്റ്റിലാണ്. പിന്നെ ഈ കോൺട്രാക്ടർ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വിദേശ മിഷനറിമാർ 19ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി 2009 അടച്ചുപൂട്ടിയത് മുതൽ തുടങ്ങിയതാണ് കമ്പനി ഭൂമി കൈക്കലാക്കാനുള്ള നീക്കങ്ങളും ഇതിനെതിരായ സമരങ്ങളും. തർക്കങ്ങൾക്കൊടുവിൽ 4 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ ഇറക്കിയെങ്കിലും ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ നടപടി എങ്ങും എത്തിയിട്ടില്ല. ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥലത്ത് കോർപ്പറേഷൻ എങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുക? ആ ലൈസൻസ് കൊടുത്തിട്ട് അത് റദ്ദാക്കാനുള്ള നിയമം അവർ നടപ്പിലാക്കണ്ടേ? അവരുടെ ഉത്തരവാദിത്തമല്ലേ ഗവൺമെൻറ് ഏറ്റെടുത്ത സ്ഥലം? അതറിയാത്തതുകൊണ്ടല്ലോ. അപ്പം ബോധപൂർവം ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കത്തെ ഞങ്ങൾ ശക്തമായിട്ട് ചെറുക്കും. അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ വരുന്ന പ്രശ്നമില്ല. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് ഇവർക്ക് അനുമതി ലഭിച്ചത് എങ്ങനെയെന്ന് വ്യക്തതയില്ല. ബോർഡ് സ്ഥാപിച്ച കാര്യം പോലും കോർപ്പറേഷനും അറിഞ്ഞിട്ടില്ല. നേരത്തെ കോംട്രസ്റ്റ് ഭൂമിയുടെ ഒരു വശത്ത് പ്രമുഖ വ്യവസായി കൈവശം വെക്കുന്ന 26 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിയത് വിവാദമായിരുന്നു. ഇതിന് തൊട്ടടുത്ത് മേളകളും മറ്റും നടക്കുന്ന സ്ഥലത്താണ് നിലവിൽ ബിൽഡിംഗ് വരുന്നതുമായി ബന്ധപ്പെട്ട ബോർഡും സ്ഥാപിച്ചിരിക്കുന്നത്. കോംട്രസ്റ്റ് ഏറ്റെടുക്കലിനായി സമരസമിതി നടത്തുന്ന സമരം 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്നിട്ടും കോംട്രസ്റ്റ് സംരക്ഷിക്കാൻ നാളിതുവരെ നടപടിയുമുണ്ടായിട്ടില്ല. ഒരു വശത്ത് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നിരന്തരം സമരം നടത്തുമ്പോൾ മറുവശത്ത് ഇതിന്റെ ഭൂമി ഒന്നടങ്കം വിറ്റൊഴിക്കുകയാണ്. ഈ സ്ഥലത്താണ് അനധികൃതമായി നിർമ്മാണത്തിനും അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ഈ ഭൂമി സ്വകാര്യ മാഫിയകൾ സ്വന്തമാക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള തുരങ്കം തകർന്ന് കാണാതായ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ സീനിയർ മാനേജറായ അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. സഹോദരൻ ബിനീഷ് മോഹൻ, അനീഷിന്റെ ഭാര്യ സംഗീത, ഇവരുടെ സഹോദരൻ സനൽ, സദാനന്ദൻ തുടങ്ങിയവർ സിക്കിമിൽ എത്തിയിട്ടുണ്ട്. 16 വർഷമായി NHPC ഉദ്യോഗസ്ഥനാണ് അനീഷ്.
ഇടുക്കി മറയൂർ പള്ളനാട്ടിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതിനിടെയാണ് കാർത്തിക് പാണ്ഡി എന്ന വിദ്യാർത്ഥിയെ കാട്ടുപോത്ത് ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്ന് രാവിലെയാണ് മറയൂർ പഞ്ചായത്തിലെ പള്ളനാട് മേഖലയിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ കാട്ടുപോത്തിനെ ഓടിച്ച് വനമേഖലയിലേക്ക് കയറ്റി. തുടർച്ചയായി കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാർ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. മഴക്കുറവ് ഇത്തവണ ഓണവിപണിയെയും പ്രതികൂലമായി ബാധിക്കും. ജലസേചന സൗകര്യമില്ലാത്തതുമൂലം തമിഴ്നാട്ടിലെ തേനി, കമ്പം, മധുര ജില്ലകളിൽ പച്ചക്കറി കൃഷി പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ മഴ ശക്തമായില്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പാദനം വൻതോതിൽ കുറയുമെന്നാണ് കർഷകർ പറയുന്നത്. തമിഴ്നാട്ടിലെ കമ്പം, തേനി, മധുര, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിൽ മുല്ലപ്പെരിയാർ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി. ഇത്തവണ കേരളത്തിലെ മഴക്കുറവ് മൂലം മുല്ലപ്പെരിയാറിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കാൻ കഴിയുന്നില്ല. മുല്ലപ്പെരിയാർ വെള്ളം സംഭരിക്കുന്ന വൈഗാ ഡാമിൽ 68 വർഷത്തിനിടയിലെ ഏറ്റവും കുറവ് ജലനിരപ്പാണ് ഇപ്പോൾ. പച്ചക്കറി കൃഷിക്കായി പലരും തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ജലസേചന സൗകര്യമില്ലാത്തതിനാൽ കൃഷി ഇറക്കാനായില്ല. 10 கிலோ விளையிறதுக்கு 5 கிலோ விளையுது. அதுக்கு தகுந்த சம்சாரி விலை கேட்பாங்களா? அதுதான் காரணம். உங்களுக்கு அதுக்காக நீங்கள் கஞ்சிக்கான கொடுக்க மாட்டாங்க தமிழ்நாட்டுக்காரங்கன்னு நினச்சிட வேண்டாம். அப்படி போட்டுருவாங்க. உங்களுக்கு உண்டு, இங்கே உள்ள இது அங்கே வந்துடும். உங்களுக்கு நீங்கள் எப்படி எங்களுக்கு கொடுக்குறீங்க அது மாதிரி கொடுத்துருவோம். ஆனால் பற்றாக்குறை கொஞ்சம் கம்மியாக இருக்கும், காசு ரேட்டு கூடும். കർക്കിടക മാസത്തിലും മഴ ശക്തമായിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ് കർഷകർ. பேயும் எல்லாம் அது நம்ம கைக்குள்ள இல்லை. எல்லாமே கடவுள் பார்த்து இயற்கை பார்த்து ஒத்துழைக்கணும். மனுஷனாக பார்த்து முடியாது. இயற்கை நல்லா இருக்கும்போது நல்லா இருக்கலாம். எப்படியும் ஒரு 15 வருஷத்துக்கு ஒரு வறட்சி வரத்தும் செய்யும். 15 வருஷத்துக்கு ஒரு வறட்சி. இதோட மோசமான வறட்சியெல்லாம் இருந்துச்சு. കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കുറയും. ഓണവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരാനും ഇത് കാരണമാകും. ഓണമൊരുങ്ങാൻ പച്ചക്കറികൾക്കും പൂക്കൾക്കുമായി തമിഴ്നാടിനെ ആശ്രയിക്കുന്ന മലയാളി ഇത്തവണ ഇവയ്ക്കെല്ലാം തീവില കൊടുക്കേണ്ടി വരും. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവും. ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാറ്റുരയ്ക്കും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇത്തവണ 10 കായിക ഇനങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. ഇത്തവണയും കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായിരിക്കും. ഭാരതോദന താരം മീരാഭായ് ചാനുവും ബോക്സർ ലവ്ലിന ബോർഗോഹെനുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തുന്നത്. 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതോദനത്തിൽ സ്വർണം നേടിയ താരമാണ് മീരാഭായ് ചാനു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല നേട്ടവുമായി തിളങ്ങിയ ലവ്ലിന 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ച താരമാണ്. ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. 74 കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷനിൽ നിന്നുള്ള 3000-ലധികം അത്ലറ്റുകൾ 11 ദിവസങ്ങളിലായി 10 കായിക ഇനങ്ങളിലായി മത്സരിക്കും. 3x3 ബാസ്കറ്റ്ബോൾ, ജിംനാസ്റ്റിക്, അത്ലറ്റിക്, ലോൺ ബോളുകൾ, ബോക്സിംഗ്, ജൂഡോ, നെറ്റ്ബോൾ, നീന്തൽ, ട്രാക്ക് സൈക്ലിംഗ്, ഭാരോദ്വഹനം എന്നിവ മാത്രമാണ് കായിക ഇനങ്ങൾ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഹോക്കി, ക്രിക്കറ്റ്, ഗുസ്തി, ബാഡ്മിന്റൺ, ഷൂട്ടിംഗ് തുടങ്ങിയ ഇനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 4 വേദികൾ മാത്രമാണ് മത്സരങ്ങൾക്ക് ഒരുക്കുക. പ്രധാന കായിക ഇനങ്ങളിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ കോമൺവെൽത്തിലെ വിവിധ രാജ്യങ്ങളും പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഗ്ലാസ്ഗോ 2026 ഔദ്യോഗിക ഭാഗ്യചിഹ്നം സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു യൂണിക്കോണായ ഫിന്നിയാണ്. അതേസമയം 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് 11-അംഗ നീന്തൽ ടീമാണ്. ഇതിൽ 5 പേർ മെയിൻ സ്ട്രീം നീന്തലിലും 6 പേർ പാരാസ്വിമ്മിംഗ് വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നത്. ഇന്ത്യയ്ക്കായി ഒളിമ്പ്യന്മാരായ ശ്രീഹരി നടരാജും സജിൻ പ്രകാശുമാണ് നീന്തൽ സംഘത്തെ നയിക്കുന്നത്. നാളെ മുതൽ നീന്തൽ മത്സരങ്ങൾ നടക്കും. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 5 ഇന്ത്യക്കാരിൽ ശ്രീഹരി നടരാജും ആര്യൻ നെഹ്റയുമായിരിക്കും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പങ്കെടുക്കുക. ഇരുവരും 4 വീതം ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. സജൻ പ്രകാശ് പുരുഷന്മാരുടെ 50 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ എന്നിവയിലാണ് പങ്കെടുക്കുക. ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേ എന്നിവയിൽ പങ്കെടുക്കും. ആര്യൻ നെഹ്റ പുരുഷന്മാരുടെ 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 800 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 1500 മീറ്റർ ഫ്രീ സ്റ്റൈൽ,
4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേ എന്നിവയിൽ മത്സരിക്കും. അനീഷ് ഗൌഡ പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും മത്സരിക്കുന്നുണ്ട്. ദക്ഷിൺ ശശികുമാർ 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ പങ്കെടുക്കും. ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേ എന്നീ ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. 25-കാരനായ ഈ ഇന്ത്യൻ നീന്തൽ താരം മത്സരിക്കുന്ന 4 ഇനങ്ങളിൽ 3 എണ്ണത്തിലും ഇന്ത്യയുടെ മികച്ച സമയ റെക്കോർഡുകൾക്ക് ഉടമയാണ്. അന്താരാഷ്ട്ര വേദിയിലെ തന്റെ അവസാന പ്രധാന മത്സരങ്ങളിലൊന്നാകാൻ സാധ്യതയുള്ള കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ എന്ന ലക്ഷ്യവുമായാണ് മുതിർന്ന താരം സജൻ പ്രകാശ് ഇറങ്ങുന്നത്. ശ്രീഹരി നടരാജനും സജൻ പ്രകാശും 2022 കോമൺവെൽത്ത് ഗെയിംസിലും പങ്കെടുത്തിരുന്നെങ്കിലും മെഡലുകളൊന്നും നേടിയിരുന്നില്ല. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ നീന്തൽ താരം പ്രശാന്ത് കർമാക്കറാണ്. 2010 ന്യൂഡൽഹിയിൽ നടന്ന ഗെയിംസിലെ 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ S9 പാരാ വിഭാഗത്തിലാണ് അദ്ദേഹം വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. തുടർച്ചയായ 6 2020 പരാജയങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീം ഇന്ന് സിംബാബ്വെക്കെതിരെ കളിക്കാനിറങ്ങുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. എല്ലാ മത്സരങ്ങളും ഹരാരയിൽ വൈകിട്ട് 4:30 ആരംഭിക്കുക. ശനിയും ഞായറുമായാണ് മറ്റ് 2 മത്സരങ്ങൾ. അയർലൻഡിനെതിരായ 2 മത്സരങ്ങളിലെ തോൽവിയും ഇംഗ്ലണ്ടിനെതിരായ തോൽവിയും ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ആശ്വസിക്കാൻ ഒരു സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ഇന്നിറങ്ങുക. ഗൗതം ഗംഭീറിന് പകരം VVS ലക്ഷ്മണാണ് ഇത്തവണ ഇന്ത്യൻ പരിശീലകൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലില്ല. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.